പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പഠിക്കാൻ ഒരിക്കൽ കൂടി ദൈവം തരുന്ന അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്ക് നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ഉറവിടങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലാണ് നാം. യോഹന്നാൻ്റെ സുവിശേഷം 7 അധ്യായങ്ങൾ നാം പൂർത്തിയാക്കാൻ ദൈവകൃപ നമ്മെ സഹായിച്ചു. ഇപ്പോൾ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക്, ഈ പഠന പദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ അമ്മയായ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വവും സ്തുതിയും ആരാധനയും. ഒരിക്കൽ കൂടി നിങ്ങളെ ഇപ്രകാരം വചനത്തിലൂടെ, വചന വ്യാഖ്യാനത്തിലൂടെ കണ്ടുമുട്ടാൻ ദൈവം അനുവദിക്കുന്നതിന് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം, വ്യഭിചാരിണിയായ ഒരു സ്ത്രീ പിടിക്കപ്പെട്ടവൾ യേശുവിൻ്റെ മുൻപിലേക്ക് ഹാജരാക്കപ്പെടുന്നതും കർത്താവ് അവളുടെ നിസ്സഹായ അവസ്ഥയിൽ അവൾക്ക് വേണ്ടി അവളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതുമാണ് നമ്മൾ ഈ അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് കാണുന്നത്. പശ്ചാത്തലം കൂടാരത്തിരുന്നാളാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ല. യോഹന്നാൻ 7-ഉം 8-ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് കൂടാരത്തിരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളാണ്. ആദ്യ ഭാഗം നമ്മൾ വായിക്കുന്നു. 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു. യേശു നിവർന്നവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. നമുക്കറിയാം, പശ്ചാത്തലം കൂടാരത്തിരുന്നാളാണ്. തൊട്ടുമുമ്പത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. 8-ാം അധ്യായം 1-ാം വാക്യം, യേശു ഒലിവുമലയിലേക്ക് പോയി. തലേന്ന് രാത്രിയിലെ സൂചനയാണത്. യേശു ഒലിവുമലയിലേക്ക് പോയി. ഓരോരുത്തരും താങ്കളുടെ വീടുകളിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നീട് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ജെറുസലേമിൽ അദ്ദേഹം തിരുനാളിന് ചെല്ലുന്ന സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഈ മരങ്ങളുടെ ചുവട്ടിലാവണം ഉറങ്ങിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒലിവുമലയിൽ തീർത്ത ഏതെങ്കിലും കൂടാരങ്ങളിൽ തീർത്ഥാടകരോടൊപ്പം ആകും ഉറങ്ങിയിട്ടുണ്ടാവുക. സൗകര്യങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തണം എന്ന ഒരു ചിന്ത യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ലാളിത്യം, പ്രത്യേകിച്ച് ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ യേശുവിന് വളരെ ശ്രദ്ധയുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയുക എന്നത് ഒരു ആത്മീയ പുണ്യമാണ്. ചില നിർബന്ധങ്ങൾ ആത്മീയ മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ജീവിക്കൂ, ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ആ നിലവാരം കുറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷം നഷ്ടപ്പെടും എന്ന ഒരവസ്ഥ ആത്മീയ മനുഷ്യൻ്റെ ഒരു വളർച്ചാക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് യേശു ആ കാര്യത്തിലെല്ലാം നമുക്ക് മാതൃകയായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഒലിവുമലയിലേക്ക് പോയി.
ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലോ ഏതെങ്കിലും ഒരു പാറയുടെ ഇടുക്കിലോ അല്ലെങ്കിൽ മറ്റ് തീർത്ഥാടകർ താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ താമസിച്ചിരുന്ന ഏതോ ഒരു കൂടാരത്തിൽ അവരോടൊപ്പമോ വെറും നിലത്ത് അവിടുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പ്രഭാതമാകുമ്പോൾ അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ദേവാലയത്തിൽ യഹൂദ റബ്ബിമാർ വന്ന് അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവാലയത്തിലെ വിവിധ പോർട്ടിക്കോകളിൽ, വിവിധ മണ്ഡപങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ റബ്ബിമാർ പഠിപ്പിക്കുകയും അവർക്ക് ചുറ്റും കേൾവിക്കാർ കൂടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ തീർത്ഥാടകരായി വന്ന ആളുകൾ, കർത്താവിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. ഇരുന്ന് പഠിപ്പിക്കുക എന്നത് ആധികാരികമായ ഒരു പ്രബോധനത്തിൻ്റെ ശരീരഭാഷയാണ് ബൈബിളിൽ. അപ്പോൾ ഓർക്കുന്നുണ്ടാവും, മത്തായിയുടെ സുവിശേഷത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ പറയുന്ന സമയത്ത് ഓർക്കുന്നുണ്ടാവും, അവൻ ഇരുന്നാണ് പഠിപ്പിക്കുന്നത്. അതൊരു ആധികാരികമായ പ്രബോധനത്തെ സൂചിപ്പിക്കുന്ന ശരീരഭാഷയാണ്. അപ്പോൾ അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. ഈ സമയത്താണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി എന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവിനും ജനക്കൂട്ടത്തിനും മധ്യേ ഈ സ്ത്രീയെ അവർ കൊണ്ടുവന്ന് ഒരുപക്ഷെ നിലത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പുണ്യനഗരമായ ജെറുസലേമിൽ ഈ കൂടാര തിരുനാൾ എന്ന അതിശ്രേഷ്ഠമായ തിരുനാളിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നൊരു സമയത്ത് ഇത്തരം തിന്മകൾ ഉണ്ടാവുക ഒരു സാധാരണ സംഭവമായിരുന്നു. ജെറുസലേമിൽ തീർത്ഥാടകരായി വന്നിരുന്നവരിൽ എല്ലാവരും ഒന്നും പുണ്യമായ ഓർമ്മകളോടെയോ പുണ്യമായ നിയോഗങ്ങളോടുകൂടെയോ വന്നവരായിരുന്നില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെ ഒരു കുറച്ചെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഇത്തരം തിന്മകൾ വളർന്നു വരാൻ ഇന്നും നമുക്കറിയാം സാധ്യതയുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടകരായി ഈ പുണ്യനഗരമായ ജെറുസലേമിൽ സമ്മേളിക്കുന്ന ഒരു സമയത്ത് രാത്രിയിൽ ആവണം. കാരണം ഇത് പ്രഭാതത്തിലാണ് സംഭവിക്കുന്നത്, അത് രാവിലെയാണ്. അപ്പോൾ രാത്രിയിൽ ആ സമയത്തോ അർദ്ധരാത്രിയിലോ ഏതെങ്കിലും ഒരു കൂടാരത്തിൽ ഒരു പുരുഷനുമായി പാപം ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ അവർ അവിടെ വെച്ച് തന്നെ പിടിച്ചു കൊണ്ടുവരികയാണ്. ഈ കുറ്റം ആരോപിച്ച് കൊണ്ടുവരികയല്ല, ഇംഗ്ലീഷിൽ കുറെ കൂടെ കൃത്യമാണെന്ന് തോന്നുന്നു. ഷി വാസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൽട്ടറി. വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 10,000-കണക്കിന് ആളുകൾ സമ്മേളിക്കുന്ന ഈ വിശുദ്ധ നഗരത്തിലെ ഈ ദേവാലയ അങ്കണത്തിൽ എല്ലാ കാഴ്ചക്കാരുടെയും മധ്യേ, എല്ലാ തീർത്ഥാടകരുടെയും മധ്യേ ഈ സ്ത്രീ താൻ ചെയ്തു പോയ ഒരു അപരാധത്തിൻ്റെ പേരിൽ നാണം കെട്ട് തനകുലിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് യേശുവിൻ്റെ ശരീരഭാഷയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. യേശു കുനിഞ്ഞിരിക്കുകയാണ്. അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഞാനതിലേക്ക് വരാം. ഈ ഒരു രംഗം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് മായാതെ നിൽക്കട്ടെ. ഇനി ഇങ്ങനെയൊരു അവസ്ഥ ജീവിതത്തിൽ ആർക്കും സംഭവിക്കരുതേ. ഏതോ ഒരു നിസ്സഹായ നിമിഷത്തിൽ, ദുർബല നിമിഷത്തിൽ, പാപം ചെയ്തു പോയ അവസ്ഥയിൽ പിടിക്കപ്പെട്ട് ഈ ഭൂമി വളർന്നെന്നെ വിഴുങ്ങണമേ എന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് ഒരു സ്ത്രീ കുനിഞ്ഞ് നിൽക്കുമ്പോൾ യേശു വേറെ എന്താണ് ചെയ്യേണ്ടത്? അവനും കുനിഞ്ഞു. അപ്പോൾ ഈ രംഗം നിങ്ങളുടെ മനസ്സിലൊന്നുണ്ടാവട്ടെ, ഞാനതിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ജനക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന പരിസേയരുടെയും നിയമജ്ഞരുടെയും ചോദ്യം എന്ന് പറയുന്നത്, ഗുരു,
ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ യേശുവിനെ കൊടുക്കാനുള്ള ചോദ്യമാണെന്ന് പറയുന്നത് വെച്ചാൽ, ഒന്ന്, ഈ തിന്മ മറ്റ് ഏത് തിന്മയിൽ നിന്നും വ്യത്യസ്തമായി ഈ തിന്മയുടെ ഒരു പ്രത്യേകത, ഇത് രണ്ട് വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു തിന്മയാണ്. അങ്ങനെ രണ്ട് പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു തിന്മയിലെ ഒരാളെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആ പുരുഷൻ സൗകര്യപൂർവ്വം രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പുരുഷനെ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം ശുദ്ധമല്ല എന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, മോശയുടെ നിയമം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ പുരുഷൻ അപ്രത്യക്ഷനാവുന്നു, പുരുഷനെ വെറുതെ വിടുന്നു, ഈ സ്ത്രീയെ മാത്രം കൊണ്ടുവരുന്നു എന്നുള്ളത് ഉദ്ദേശശുദ്ധിയെ സംശയിക്കാവുന്ന ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ഈ പാപികളുടെ പക്ഷം പിടിക്കുന്നവനാണ് യേശു എന്ന ഒരു ആക്ഷേപം യേശുവിൻ്റെ മേൽ ചാർത്തപ്പെട്ടിരുന്നു. പാപികളുടെ സ്നേഹിതൻ. അപ്പോൾ പാപം ചെയ്ത ഒരു സ്ത്രീയെ മുൻപിൽ നിർത്തി മോശയുടെ നിയമം ഉദ്ധരിക്കുമ്പോൾ യേശുവിന് അതിനെ മറികടക്കാൻ കഴിയില്ല. മോശയുടെ നിയമത്തെ യേശുവിന് തള്ളിപ്പറയാൻ പറ്റില്ല. അങ്ങനെ മോശയുടെ നിയമത്തെ തള്ളിപ്പറയാൻ പറ്റാതെ ദേവാലയാങ്കണത്തിൽ നിൽക്കുമ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ നിയമത്തെ തള്ളിപ്പറയാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ഈ പാപിനിയായ സ്ത്രീയെ യേശു കുറ്റം വിധിക്കുമ്പോൾ, പാപികൾക്ക് യേശുവിൻ്റെ സമീപനത്തിലെ ഈ പ്രവൃത്തി, യേശുവിൻ്റെ ഈ പ്രവൃത്തി പാപികൾക്ക് വെറുപ്പുണ്ടാക്കും. പാപികളും അവനുമായി, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന പാപമുള്ള മനുഷ്യർ യേശുവിനെ വെറുക്കാൻ അത് ഇടയാവും. അത് അവരുടെ ഗൂഢമായ ഉദ്ദേശങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, ഒരു റബ്ബി എന്ന നിലയിൽ ഇവൻ മോശയുടെ നിയമത്തെ തള്ളിപ്പറഞ്ഞാൽ അത് യേശുവിനെതിരെ ഉപയോഗിക്കാവുന്ന ശക്തമായ ഒരു ആയുധമായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഒരു മൂന്നാമത്തെ തലം. ഒരു കാര്യം കൂടിയുണ്ട്. ഇനി മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാനാണ് യേശു ആവശ്യപ്പെടുന്നതെങ്കിൽ, റോമൻ പട്ടാളത്തിൻ്റെ കണ്ണിൽ യേശു ഒരു കരടായി മാറും. അതായത് തീർത്ഥാടനം നടക്കുന്ന മനുഷ്യർ തിക്കിത്തിരക്കി തീർത്ഥാടകരായി വന്നെത്തുന്ന അത്രയും ജനനിബിഡമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരു കലാപാഹ്വാനമായി അത് മാറും, കല്ലെറിയാൻ ആവശ്യപ്പെട്ടാൽ. അപ്പോൾ മോശയുടെ നിയമം അവർ യേശുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. മോശയുടെ നിയമത്തിൽ കല്ലെറിയണമെന്ന് പറയുന്നു, നീ എന്ത് പറയുന്നു? ഇവിടെയാണ് ഞാൻ ആ നേരത്തെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ട ആ ചിത്രം, ആ രംഗം നിങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കുനിഞ്ഞു എന്നതിന് എനിക്ക് തോന്നുന്ന ഒരു അർത്ഥം, ഒന്ന്, ഈ സ്ത്രീയെ യേശു നോക്കുന്നില്ല. സ്ത്രീയെയോ ഈ മനുഷ്യരെയോ യേശു നോക്കുന്നില്ല. പ്രധാനമായും യേശുവിന് ഈ സ്ത്രീയെ നോക്കാതിരിക്കണം എന്നൊരു നിർബന്ധമുള്ളതുപോലെ. കാരണം അവൻ്റെ കണ്ണുകൾ അവളെ വേട്ടയാടാൻ പാടില്ല എന്ന് അവന് നിർബന്ധമുള്ളതുപോലെ. അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഒരാളുടെയും കൂടെ ഉള്ള നോട്ടം ഈ സ്ത്രീയെ വല്ലാതെ അങ്ങ് ചെറുതാക്കരുത് എന്ന് യേശുവിന് നിർബന്ധമുള്ളതുപോലെ. അവൾ കുനിഞ്ഞിരിക്കുന്നത് പോലെ അവനും കുനിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ അപമാനത്തിൽ അവൻ പങ്കുചേർന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരർത്ഥം. യേശു അവളുടെ അപമാനത്തിൽ പങ്കുചേർന്നു. വേദപുസ്തകത്തിൻ്റെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരർത്ഥം വെച്ച് നോക്കുമ്പോൾ ഈ വ്യാഖ്യാനം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവൻ നമ്മുടെ അപമാനം ഏറ്റെടുത്തവനാണ്. അവൻ നമ്മുടെ പാപവും ശാപവും ഏറ്റെടുത്തവനും നമുക്ക് പകരം കുരിശിൽ മരിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ കടന്നു പോകുന്ന ഒരു അപമാനം അവൻ ഏറ്റെടുത്ത് അവനും കുനിഞ്ഞ് ഇരിക്കുകയാണ്. രണ്ടാമത് യേശുവിൻ്റെ പ്രവൃത്തി, അവൻ വിരൽ കൊണ്ട് നിലത്ത് എഴുതുകയാണ്. നമുക്കറിയാം, ഇവർ ഉദ്ധരിക്കുന്നത് മോശയുടെ നിയമമാണ്. ഈ മോശയുടെ നിയമം അഥവാ 10 കൽപ്പനകൾ, അല്ലെങ്കിൽ 10 കൽപ്പനകളുമായി ബന്ധപ്പെട്ട അനുബന്ധ നിയമങ്ങൾ, ഇത് നിങ്ങൾ ഓർക്കണം, ഈ നിയമങ്ങൾ ആരാണ് എഴുതിയത്? അത് ദൈവമാണ് എഴുതിയത്. ദൈവത്തിൻ്റെ വിരലുകളാണ് ആ നിയമം എഴുതിയത്. ദൈവത്തിൻ്റെ വിരലുകൾ, ദൈവം തൻ്റെ വിരലുകൾ കൊണ്ടാണ് കൽപ്പനകൾ എഴുതുന്നത്. അപ്പോൾ ആ ദൈവപുത്രൻ, അതേ ദൈവം കുനിഞ്ഞ്
വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ഈ നിയമം നൽകിയവൻ, ഈ നിയമങ്ങൾ എഴുതിയവൻ ഞാനാണ് എന്ന് യേശു പറയാതെ പറയുകയാണ്. നിങ്ങളീ ഉദ്ധരിക്കുന്ന നിയമം, ആ നിയമത്തിൻ്റെ ആധാരമായ 10 കൽപ്പനകൾ, അത് ഞാനാണ് എഴുതിയത്. ഐ ആം ദ ലോ ഗിവർ, സോ ഐ ഹാവ് എവറി റൈറ്റ് ടു റീഇൻറ്റർപ്രറ്റ് ദ ലോ. ഞാൻ നിയമം എഴുതിയവനാണ്. എനിക്ക് നിയമത്തെ നവീകരിക്കാനും നിയമത്തിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം വ്യാഖ്യാനിച്ചു തരാനുമുള്ള ആധികാരികമായ അവകാശമുണ്ട്. ഇതാണ് യേശു നിലത്തെഴുതിയതിൻ്റെ ഒരു അർത്ഥം. ഐ ആം ദ ലോ ഗിവർ. രണ്ടാമത്തേത്, ഈ സ്ത്രീയെ അപമാനിക്കാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. മൂന്നാമത്തേത്, ഇങ്ങനെയും കരുതാം, ഈ ബൽഷാസർ രാജാവ് ബാബിലോണിൽ ദേശീയ ഉത്സവത്തിൽ 1000 പ്രഭുക്കന്മാർക്ക് വിരുന്ന് നൽകുമ്പോൾ ബൽഷാസർ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ ദൈവത്തിൻ്റെ വിരലുകൾ ഒരു വാചകം എഴുതിയതായി, മെനെ മെനെ തെക്കേൽ പാർസീൻ എന്നെഴുതിയതായി നാം വായിക്കുന്നുണ്ട്. അത് ജഡ്ജ്മെൻ്റാണ്, അത് വിധിയാണ്, വിധിവാചകമാണ്. ദൈവത്തിൻ്റെ വിരലുകൾ എഴുതുന്നത് വിധിയുമാവാം. അതുകൊണ്ട് തന്നെ യേശു നിലത്തെഴുതിയത് അവരുടെ മേലുള്ള വിധിയുമാവാം, അല്ലെങ്കിൽ അവരുടെ തിന്മകളും അതിൻ്റെ ശിക്ഷകളുമാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വിരലുകൊണ്ട് എഴുതി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങൾ നോക്കുക യേശുവിൻ്റെ ജ്ഞാനം. അതായത് കല്ലെറിയണമോ? മോശയുടെ നിയമമാണ് കല്ലെറിയണമെന്നത്. അത് പാലിക്കണമോ? യേശുവിൻ്റെ ഉത്തരം യെസ്, ആ നിയമം പാലിക്കണം. എന്നാൽ അത് പാലിക്കാൻ പാടില്ല. അതിന് യേശു കണ്ടെത്തുന്ന ഉപായമാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ജ്ഞാനം കണ്ടെത്തുന്ന വിധി തീർപ്പാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ കല്ലെറിയട്ടെ. 2 രീതിയിൽ പറയാം. ഒന്നുകിൽ നിങ്ങളൊരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ കല്ലെറിയട്ടെ, അല്ലെങ്കിൽ ഈ പാപം സംഭവിച്ചിട്ടില്ലാത്തവർ കല്ലെറിയട്ടെ. നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും മുമ്പിലാണെങ്കിൽ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ എറിയാം. പക്ഷേ അച്ചസ്ഫടിക സമാനം ഒരു നിർമ്മല ജലത്തിൽ എന്ന പോലെ നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവൻ്റെ മുമ്പാകെ നിങ്ങൾക്കങ്ങനെ പറയാൻ കഴിയില്ല. മനോഹരമായ ഒരു ഉദാഹരണം ഉൽപ്പത്തിയിലാണ്. നഗ്നരാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ അത്തിയിലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിച്ച് നഗ്നത മറച്ചു ആദവും ഹവ്വയും. പക്ഷേ ദൈവം വരുമ്പോൾ ആദം പറയുന്ന വാചകം, ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചു എന്നാണ്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നതകൾ കവർ ചെയ്ത് പിടിക്കാം, അല്ലെങ്കിൽ നഗ്നരല്ലെന്ന അവകാശവാദം ഉന്നയിക്കാം. എന്നാൽ ദൈവത്തെ നേരിടുമ്പോൾ നിങ്ങൾക്ക് സത്യം സമ്മതിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഈ നിർമ്മല മാനസൻ്റെ മനസ്സ് ഒരു കണ്ണാടിയിലെന്ന വണ്ണം കാണാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവർ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. മുതിർന്നവരെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് കൂടുതൽ കൊല്ലം ജീവിച്ചവർ, അവർക്കാണ് കൂടുതൽ പാപം. ജീവിച്ചതിനനുസരിച്ച്, ജീവിച്ച കാലത്തിൻ്റെ ദൈർഘ്യമനുസരിച്ച് പാപത്തിൻ്റെ വലിപ്പവും കൂടിയിട്ടുണ്ട്. അത് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ തിരിച്ചറിയുന്നു. അവർ കല്ലുകൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. ഇവിടെ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്? യേശു പറയാതെ പറയുന്ന യേശുവിൻ്റെ ഉദ്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്? നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഭാവിച്ചത് എന്താണ്? ഈ പുണ്യം പൂക്കുന്ന തീർത്ഥാടന നഗരത്തിൽ സത്യവും ധർമ്മവും പാലിക്കപ്പെടണം. ഇവിടെ അനീതിയും അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ധർമ്മവും നീതിയും ഉണ്ടാവണം. ഇവിടെ നീതിയും ധാർമ്മികതയും പരിപാലിപ്പിക്കപ്പെടണം.
അപ്പോൾ ഇതാണ് നിങ്ങൾ ഭാവിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം ശരിയായിട്ട് അതല്ല എങ്കിലും നിങ്ങൾ ഭാവിക്കുന്നത് ഇതാണ്. If you really want to establish justice and morality, start it with yourself. Start it with yourself. നിങ്ങൾ നീതിയും ധർമ്മവുമാണ് ഈ നഗരത്തിൽ പുലരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങളിൽ തുടങ്ങുക. ഇതാണ് ഈശോ പറയുന്നത്, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ധർമ്മപാലനം, നീതിപാലനം ആരംഭിക്കേണ്ടത് മറ്റുള്ളവരിലല്ല, നമ്മളിലാണ്. സ്റ്റാർട്ട് ഇറ്റ് വിത്ത് യുവർ സെൽഫ്. അത് ആരംഭിക്കേണ്ടത് നമ്മളിലാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈശോ അവളോട് പറയുകയാണ്, യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഞാനും നിന്നെ വിധിക്കാനുള്ള അവകാശം ആർക്കാണ് എന്ന് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. വിധിക്കാനുള്ള അവകാശം ആർക്കാണ്? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവരുടെ 33, ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. നീതീകരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ശിക്ഷാവിധി നടത്തുന്നതും ആരാണ്? ആരാണ് ശിക്ഷാവിധി നടത്തുന്നത്? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. വിധിക്കുന്നതും വാദിക്കുന്നതും, നമുക്കെതിരെയുള്ള വിധി പറയാൻ യോഗ്യതയുള്ളവൻ തന്നെയാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നവനും. ഒരേ സമയം അവൻ വിധികർത്താവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം പറയുന്നവനുമാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. വിധിക്കാൻ അവകാശമുള്ള ആ നഗരത്തിലെ ഏക വ്യക്തി, പാപമില്ലാത്തവൻ, പറയുകയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഇതിന് പേരാണ് സുവിശേഷം. വിധിക്കാൻ അധികാരമുള്ളവൻ പറയുകയാണ്, നിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശുവിനോടുള്ള ഗാഢമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഈ പെൺകുട്ടി ഇന്നു മുതൽ ചേർക്കപ്പെടുകയാണ്. ഈശോയോട് പറയുന്നു, പാപത്തെ ഒരിക്കലും അവിടുന്ന് ന്യായീകരിക്കുന്നില്ല. ഇനി മേലിൽ പാപം ചെയ്യരുത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അന്ന് മുതൽ അവൾക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപാവരം നൽകപ്പെട്ടു. യേശു എന്തെങ്കിലും ഒരു കാര്യം അരുളി ചെയ്താൽ അത് സംഭവിക്കും. മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞത് യേശുവാണ്. അന്ന് മുതൽ ആ കൃപാവരം അവളെ പൊതിയാൻ തുടങ്ങി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോ ക്യാൻ പണിഷ് ദ റോങ് ഡൂവർ. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാൻ കഴിയും നിയമത്തിന്. പക്ഷേ തെറ്റ് ചെയ്തവനെ നവീകരിക്കാൻ, അവനിൽ വ്യത്യാസം വരുത്താൻ നിയമത്തിന് കഴിയില്ല. അത് കഴിയുന്നത് സ്നേഹത്തിനാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് ലവ് ഈസ് ദാറ്റ് ലോ ക്യാൻ പണിഷ് ദ ഈവിൾ ഡൂവർ, ബട്ട് ഓൺലി ലവ് ക്യാൻ ട്രാൻസ്ഫോം, ചേഞ്ച് ദ വൺ ഹൂ ഡസ് ഈവിൾ. തെറ്റ് ചെയ്തവനെ തിരുത്താൻ സ്നേഹത്തിനാണ് പറ്റുന്നത്. തെറ്റ് ചെയ്തവനെ തിരുത്താൻ നിയമത്തിന് കഴിയില്ല. ശിക്ഷിക്കാൻ നിയമത്തിന് കഴിയും, മാനസാന്തരപ്പെടുത്താൻ സ്നേഹത്തിനേ കഴിയൂ. ആ ദിവ്യ സ്നേഹം പാപികളെ മാനസാന്തരത്തിലേക്ക് മടക്കി വിളിച്ചുകൊണ്ട്, മടങ്ങി വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച്, കടന്നുപോയ വഴികൾ നന്നായി മനസ്സിലുറപ്പിച്ച് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാ നമ്മയും വിളിക്കുന്നു. വന്നുപോയ അപരാധങ്ങളെയും പാപങ്ങളെയും അവൻ്റെ മുമ്പാകെ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് അവനിലേക്ക് മടങ്ങി വരാൻ ഈ വചന പഠനം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.